യങ്സ്റ്റേഴ്സിനുള്ള 2 പെൻഷൻ ഫണ്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേത് 35 വയസ്സുള്ള വ്യക്തി, അദ്ദേഹം മാസം 25,000 രൂപ വെച്ചിട്ട് അടുത്ത 15 കൊല്ലം പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ 56 വയസ്സ് മുതൽ അടുത്ത 15 കൊല്ലം ടാക്സ് ഫ്രീ ആയിട്ട് മാസം 81,000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കും. അതായത് ഒരു കൊല്ലത്തിൽ 9,76,000 രൂപ വെച്ചിട്ട് അടുത്ത 15 കൊല്ലം പെൻഷൻ കൊടുക്കും. അദ്ദേഹത്തിന് 54 ലക്ഷം രൂപ മുതൽ 1,59 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജ് കൊണ്ടുവരും. ഇനി ഒരു വ്യക്തി പറയാണ് എനിക്ക് 15 കൊല്ലം മാത്രം പെൻഷൻ തന്നാൽ പോരാ, ആജീവനാന്തം 100 വയസ്സ് വരെ പെൻഷൻ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും അടുത്ത പെൻഷൻ ഫണ്ട് ഉണ്ട്. അതായത് 35 വയസ്സുള്ള വ്യക്തി, അദ്ദേഹം 15 കൊല്ലം മാസം 26,000 രൂപ വെച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ 52 വയസ്സ് മുതൽ 4,70,000 രൂപ വെച്ചിട്ട് ഇയർലി ടാക്സ് ഫ്രീ ആയിട്ട് പെൻഷൻ കൊടുക്കും ആജീവനാന്തം. എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത അമൗണ്ട് പിൻവലിക്കാം. പിൻവലിക്കുമ്പോൾ അതുവരെ മേടിച്ച പെൻഷൻ കൂടാതെ 60 ലക്ഷം രൂപ അദ്ദേഹത്തിന് സെപ്പറേറ്റ് ടാക്സ് ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കും. ഇനി ആ വ്യക്തിയുടെ 1-ാം ദിവസം മുതൽ 48 ലക്ഷം രൂപയുടെ നോർമൽ ഡെത്ത് കവറേജ്, 1,22 ലക്ഷം രൂപയുടെ ആക്സിഡന്റൽ ഡെത്ത് കവറേജ്, പെർമനന്റ് ഡിസബിലിറ്റി കവറേജ് എന്ന് സ്റ്റാർട്ട് ചെയ്യും. ശരാശരി മനുഷ്യന്റെ ആയുസ് 80 വയസ്സാണെന്ന് വിചാരിക്കുക. ആ വ്യക്തി 52 വയസ്സ് മുതൽ 80 വയസ്സ് വരെ 4,70,000 രൂപ വെച്ച് പെൻഷൻ മേടിച്ചു ടാക്സ് ഫ്രീ ആയിട്ട്. അതിനുശേഷം അദ്ദേഹത്തിന് ഡെത്ത് സംഭവിക്കുമ്പോൾ നോമിനിക്ക് അതുവരെ മേടിച്ച പെൻഷൻ കൂടാതെ 75 ലക്ഷം രൂപ ടാക്സ് ഫ്രീ ആയിട്ട് വേറെ കൊടുക്കും. ഇത് രണ്ടുമാണ് യങ്സ്റ്റേഴ്സിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പെൻഷൻ ഫണ്ടുകൾ. അപ്പോൾ ഈ പ്ലാനുകളുടെ ഒഫീഷ്യൽ കൊട്ടേഷൻ, സമ്മറി നോട്ട് എന്നീ കാര്യങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.